കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ അവൻ തന്നെയല്ലേ നോക്കുന്നത്. ഒന്നാമത് അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് അച്ഛൻ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും അവൻ തന്നെയാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ 10-15 വർഷമായില്ലേ ഇങ്ങനെ കുടുംബം നോക്കുന്നത്. അതുകൊണ്ടാണ് അച്ഛൻ അന്ന് സ്ഥലം തിരിച്ചപ്പോ ഞാൻ വിചാരിച്ച അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന്. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഞങ്ങൾക്ക് തരാന്ന് പറഞ്ഞ സ്ഥലത്തിൽ ഞങ്ങൾ രണ്ടാളും തൃപ്തരല്ല. അങ്ങനെ എന്തെങ്കിലും നക്കാപ്പിച്ച് തന്ന് ഞങ്ങൾ ഒഴിവാക്കാൻ നോക്കുകയും വേണ്ട. അങ്ങനെ നിങ്ങൾക്ക് രണ്ടാൾക്കും എന്തെങ്കിലും തന്നെ ഒഴിവാക്കാൻ നോക്കുന്നതാ, പിന്നെ നിനക്കൊക്കെയാണ് കൂടുതൽ വരുന്നത് അവനെക്കാളും. അതും ഏറ്റവും നല്ല സ്ഥലം നിങ്ങൾക്ക് രണ്ടാൾക്കാ ഉള്ളത്. അവൻ എന്താ ഉള്ളത്? ആ വീടിന്റെ കുറച്ച് അടുത്തുള്ള സ്ഥലമോ? ഇതെന്ത് ഞങ്ങൾക്ക് കുറച്ച് സ്ഥലവും തന്നിട്ട് ഈ വലിയ വീടും ബാക്കിയുള്ള അതിന് ചുറ്റുപാടുള്ള സ്ഥലമൊക്കെ ഏട്ടനും കൊടുക്കേ? അതൊന്നും നടക്കില്ല. ഉള്ളത് 4ആയിട്ട് ഭാഗിക്കുക, അതന്നെ. അങ്ങനെ തന്നെയാണ് എന്റെയും മനസ്സിലുള്ളത്. പിന്നെ അച്ഛൻ അങ്ങനെ എഴുതി വെച്ചു എന്നുള്ളത് കൊണ്ട് പറഞ്ഞേ ഉള്ളൂ. ഒന്നാമത് നമ്മളിപ്പോ അവന് സ്ഥലം കൊടുത്താലും വീട് കൊടുത്താലും അതൊക്കെ അവക്കല്ലേ പോണത്. അപ്പൊ എന്റെ മക്കൾക്ക് കിട്ടണതൊക്കെ അവള് എടുത്ത് സൂക്ഷിക്കാന്ന് പറയുമ്പോ അതാലോചിക്കുമ്പോഴാണ് എനിക്കും സ്ഥലം കൊടുക്കാൻ മടി. നിക്ക്, എന്തായാലും 4ആക്കി തന്നെ ഭാഗിക്കാം. അല്ലാണ്ട് ഇപ്പൊ അച്ഛൻ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് അതുപോലെ ചെയ്യാൻ പറ്റുമെന്നില്ലല്ലോ. എല്ലാം ആലോചിക്കണ്ടേ? അങ്ങനെയാണെങ്കിലേ അമ്മ ഇപ്പൊ ഇവിടെ ഇരുന്ന് പറയണ കാര്യങ്ങൾ മുഴുവൻ കുറച്ചു കഴിഞ്ഞിട്ട് ഏട്ടന്റെ മുമ്പിലും ചെന്ന് പറയണം. അല്ലെങ്കിൽ അമ്മയ്ക്ക് ഞങ്ങളെ അറിയാലോ, ഇവിടെ രജിസ്ട്രേഷൻ നടക്കില്ല, ഒന്നും നടക്കില്ല, ഒരൊറ്റ ആൾക്കും സ്ഥലം കിട്ടൂല. അതങ്ങനെ തന്നെ ചെയ്യൂ. ഇനി എടുത്ത് ചാടൊന്നും വേണ്ട. എന്റെ മനസ്സിൽ അങ്ങനെ തന്നെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും കൊള്ളാം. ഇങ്ങനെയൊക്കെയാണ് അച്ഛൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ കാര്യത്തിനെ കുറിച്ച് നമ്മൾ ഒരുപാട് പ്രാവശ്യം ചർച്ച ചെയ്താണല്ലോ. ഇതിൽ പറഞ്ഞ പ്രകാരം നമ്മുടെ പുഴേന്റെ അടുത്തുള്ള 25 സെന്റ് ഇല്ലേ, അത് നമ്മുടെ സുരഭിക്കും. പിന്നെ നിനക്ക് വീടിന്റെ പുറകുവശത്തുള്ള 25 സെന്റ്, പിന്നെ അമ്മയ്ക്ക് നമ്മുടെ വീടിന്റെ വലതുവശത്ത്, പിന്നെ വീടിന്റെ ഇടതുവശത്തും വരുന്ന സ്ഥലമാണ് എനിക്കും പറഞ്ഞിട്ടുള്ളത്. പിന്നെ നിനക്കറിയാലോ, നിന്റെ സ്ഥലത്തിന്റെ തൊട്ടപ്പുറത്തെ ഒരു 20 സെന്റ് സ്ഥലം കടം വീട്ടാൻ വേണ്ടിട്ട് അച്ഛൻ ഇതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നടക്കില്ല മോനെ. ആ സ്ഥലത്ത് തൊട്ട് കളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതെന്താ അമ്മ അങ്ങനെ പറയുന്നത്? ഇത്രയും കടം വീട്ടണം നമുക്ക്, പിന്നെ പൈസ എവിടെ നിന്ന് എടുത്തു കൊടുക്കാനാ? കടമൊക്കെ ഉണ്ടായിരുന്നുള്ളത് ശരി തന്നെയാണ്. നീയല്ലേ പക്ഷെ കഴിഞ്ഞ വർഷം അത് മുഴുവൻ അടച്ചു തീർത്തത്. നീ ഇല്ലാത്ത കടത്തിന് വേണ്ടി എന്തിനാണ് ഈ സ്ഥലം മാറ്റി വെക്കുന്നത്? അമ്മ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് അന്ന് ആ ലോണിനൊക്കെ ഒരുപാട് പലിശ കൂടിക്കൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് അടച്ചു തീർക്കുന്നത്. പിന്നെ നമുക്ക് ബാക്കി 20 സെന്റ് സ്ഥലം വിറ്റിട്ട് പിന്നെ പൈസ എടുക്കാന്നല്ലേ പറഞ്ഞു എന്നോട്. എടാ, അതൊരാങ്ങളാന്നുള്ള രീതിയിൽ നിന്റെ കടമയാണ്. അതൊന്നും ഇതില് വരില്ല. നിന്റെ ലോൺ അടയ്ക്കാൻ നീ വേറെ എന്തെങ്കിലും വഴി കണ്ടെത്ത്. അല്ലാണ്ട് ഈ സ്ഥലത്തിന്റെ പുറകെ നടന്നിട്ട് നിന്റെ ലോൺ അടയ്ക്കാൻ നീ വിചാരിക്കണ്ട. ഉള്ള സ്ഥലം എല്ലാവർക്കും കൂടി ഒരുമിച്ച് അങ്ങോട്ട് ഭാഗിച്ചെടുക്കുക. അതാണ് എന്റെ അഭിപ്രായം. അത് തന്നെ എനിക്കും പറയാനുള്ളൂ. ഉള്ള സ്ഥലം തുല്യമായിട്ട് ഡിവൈഡ് ചെയ്യുക. പിന്നെ ഒരാൾക്ക് കൂടി ഒരാൾക്ക് കുറഞ്ഞൊന്നും പറയാൻ നിൽക്കരുത്. അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ എന്തേ പറയുന്നത്? ആദ്യം അളന്നു വെച്ച സ്ഥലം ഒന്നും കൂടെ അളന്നിട്ട് പിന്നെ തിരിക്കണം എന്നാണോ? അളക്കണം. ഇപ്പൊ ആ സ്ഥലവും കൂടി ഇതിന്റെ കൂടെ ആഡ് ആയതല്ലേ. അങ്ങനെയാണെങ്കിൽ അതിലെല്ലാത്തിലും ഞങ്ങൾക്കും ഉണ്ടല്ലോ അവകാശം. അപ്പൊ ഉള്ള സ്ഥലം മുഴുവൻ ഒന്നുകൂടി അളന്നിട്ട് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് അതിന്റെ ശരി. അന്ന് അച്ഛൻ വിളിച്ചിട്ട് എല്ലാവരോടും കൂടെ ചോദിച്ചില്ല നിങ്ങൾക്ക് ഇതൊക്കെ സമ്മതാണോന്ന്. അപ്പൊ നിങ്ങൾ മാന്നല്ലേ പറഞ്ഞത്. അതിനനുസരിച്ചല്ല അച്ഛൻ ഇതിൽ എഴുതി വെച്ചതും തിരിക്കുകയും ചെയ്തത്. പിന്നെ ഇനി അതിന്റെ പുറകെ നടക്കാനാ? ഏട്ടൻ എന്ത് പുറത്താണ് ഈ പറയുന്നത്? അത് അന്ന് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് അതിന് തെളിവ് എന്തെങ്കിലും ഉണ്ടോ? രജിസ്ട്രേഷൻ ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ഇന്നത്തെ കാലത്ത് ജീവനോടെയുള്ള ആൾക്കാരുടെ വാക്കിന് പ്രസക്തി ഇല്ല. പിന്നെ അല്ലേ മരിച്ചയാൾ എന്തോ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് അതും തൂക്കി നടക്കുന്നത്. ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് സ്ഥലം ഡിവൈഡ് ചെയ്യുക. അതന്നെ. ഇനിയിപ്പോ ഒരു മരം ആണെങ്കിലും അത് വിറ്റിട്ട് ആ കിട്ടുന്ന പൈസ തുല്യമായിട്ട് ഭാഗിച്ചെടുക്കുക. അത് ശരി. അപ്പൊ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും എന്നെയും കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് നിങ്ങൾ എല്ലാവരും പുതിയ പ്ലാനും കൊണ്ട് വന്നിരിക്കുക അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ എന്നോട് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? ഇല്ലാത്ത ലോണും കടങ്ങളുമായിട്ടാണ് ഞാൻ ആ കടമൊക്കെ മൊത്തം അടച്ചു തീർത്തത്. എന്റെ എന്തൊക്കെ ആവശ്യങ്ങൾ മാറ്റി വെച്ചിട്ടാണ് ഞാനതൊക്കെ ചെയ്തത്. ഇനിയിപ്പോ ഞാനിതെങ്ങനെ തിരിച്ചടയ്ക്കും? മോനെ, അത് നീ പറയണ്ട. സ്ഥലത്തിനെ കുറിച്ചുള്ള ചർച്ചയില്ല. ഇപ്പൊ നമ്മൾ എങ്ങനെയാണോ തീരുമാനിച്ചത് അതുപോലെ അങ്ങനെ നടക്കട്ടെ. നമ്മുടെ വീട്ടിലെ ഒരുപാട് വലിയ വലിയ ആവശ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ അച്ഛൻ എന്താ പറയാറുണ്ടായിരുന്നത്? എടാ സ്ഥലം വിറ്റിട്ട് അതൊക്കെ ചെയ്താൽ മതിയെന്ന്. അപ്പൊ അമ്മ എന്താ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്? നമ്മുടെ സ്ഥലമാണ്, അതൊന്നും വിറ്റ് നശിപ്പിക്കണ്ട, നീ എവിടുന്നേലൊക്കെ പൈസ എടുത്തിട്ട് അറേഞ്ച് ചെയ്യ്, ഈ സ്ഥലമൊക്കെ നിന്റെ പേര് എഴുതി തരാന്ന് അല്ലേ? ആ കാര്യം വിട്ടേക്ക്. ഇനിയിപ്പോ അതിലൊരു ചോദ്യമോ സംസാരം വരാൻ പാടില്ല. അല്ലെങ്കിൽ നീ ഇപ്പൊ സ്ഥലത്തിനെ കുറിച്ച് ഇത്രമാത്രം പരിഭവിക്കേണ്ട കാര്യം എന്താണ്? നിനക്ക് ഞങ്ങൾ എല്ലാരും കൂടി വീട് തരുന്നില്ലേ? എന്ത് വീട് എനിക്ക് തരുന്നില്ലെന്നോ? അല്ലമ്മേ, ഈ വീട് ആരാ കെട്ടിയത്? നിങ്ങളുടെ ഒരാളെ കയ്യിൽ നിന്ന് 1 രൂപ പോലും വാങ്ങാണ്ട് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി കെട്ടിയ വീടാണിത്. എന്നിട്ട് അതൊക്കെ കൂടെ എല്ലാരും കൂടെ ഇപ്പൊ കയ്യിൽ വെച്ചിട്ട് എനിക്ക് ദാനം തരുന്നവരെ ഞാൻ കെട്ടിയ വീട് നിനക്ക് തരാന്ന് അല്ലേ?
പിന്നെ ഈ വീട് എന്നുള്ളത് ചെറിയ കാര്യമാണല്ലോ. ഞങ്ങൾക്ക് കിട്ടുന്നതേ വെറും മണ്ണാ. അതൊക്കെ വെച്ച് നോക്കുമ്പോ അതാ ഈ വീടിന് ഇപ്പൊ എന്തായാലും 10-80 ലക്ഷം ഒന്നും കൊടുക്കാണ്ട് ഇന്നത്തെ കാലത്ത് കിട്ടില്ല. നീ എന്താടി പറയുന്നത്? ഈ വീടേ ഇവിടെ തനിയെ പൊട്ടിമുളച്ചുണ്ടായതൊന്നല്ല. ഞാൻ 5-8 വർഷം പലയിടങ്ങളിലും പണിയെടുത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാ അത്. ഈ വീട് പണിയുടെ സമയത്തെ ഒരു കല്ല് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാനായിട്ട് ഒരെണ്ണത്തിന് പോലും ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. എന്തിനു വേറെ പറയുന്നു? ഇത് അമ്മ എന്തെങ്കിലും ഒരു സഹായം എനിക്ക് ആ സമയത്ത് ചെയ്തിട്ടുണ്ടോന്ന് ചോദിച്ചു നോക്ക്. എന്നിട്ട് എല്ലാം റെഡി ആയി കഴിഞ്ഞപ്പോ അവസാനം ഒക്കെ കൂടെ അവകാശം പറഞ്ഞു വരിക. ഏട്ടൻ വീട് കെട്ടിയെന്നുള്ളതൊക്കെ ശരിയാ. പക്ഷെ ഈ വീട് കിടക്കുന്ന 7 സെന്റ് സ്ഥലമില്ലേ, അത് അച്ഛന്റെ പേരിലുള്ളതാ. അങ്ങനെ നോക്കുമ്പോഴേ ഈ വീടും വീടിരിക്കുന്ന സ്ഥലവും ഞങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാ. ഹലോ, ആ വീടിന്റെ കാര്യം തന്നെ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതന്നെ ഞാനും പറഞ്ഞത്, ഉള്ളത് ഒപ്പം. ആ ആയിക്കോട്ടെ, ശരി കേട്ടോ. ഞാൻ നിന്നെ ഓരോ കാര്യങ്ങളും അപ്പൊ അറിയിക്കാം. ആ ശരി. സുരഭി എന്താന്നറിയ പറഞ്ഞത്, വീടാണെങ്കിലും പറമ്പാണെങ്കിലും എല്ലാം ഒരേപോലെ വീതിക്കുക. ഈ ഭാഗം വെക്കുന്ന സമയത്തെ അവിടെ വീടുണ്ടോ അല്ലെങ്കിൽ വീട് ആര് കെട്ടിയതാണ് ഇതൊന്നും വിഷയമല്ല. മനസ്സിലായല്ലോ? അതുകൊണ്ട് ഉള്ളത് ഒരുപോലെ വീതിച്ചെടുക്കാനാണ് അവളും പറയുന്നത്. മോനെ, അവള് പറയണതിലും കാര്യമില്ലേ. ഇത് നീ പണ്ടത്തെ പോലെ തോട്ടത്തിലെ എല്ലാ സാധനങ്ങളും നിനക്ക് ഒറ്റയ്ക്കെടുത്തിന് ഉപയോഗിക്കാനൊന്നും പറ്റില്ല. എല്ലാത്തിനും ഒരു കണക്ക് വേണം. കാരണം ഇത് എല്ലാവർക്കും ഇനി അവകാശപ്പെട്ടതാ, അല്ലാണ്ട് നിനക്ക് മാത്രം ഉള്ളതല്ല. അതിനിവിടെ ആരം ഇതൊക്കെ എടുക്കുന്നത്? ഇവിടെ തേങ്ങയും മാങ്ങി ഉണ്ടാവുമ്പോഴേ അമ്മ അത് ആർക്കൊക്കെ എത്തിച്ചു കൊടുക്കുന്നത് ഇവിടെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഓരോ തവണ ഇവിടുന്ന് കുരുമുളക് അടക്കിയൊക്കെ പറിച്ച് വിൽക്കുമ്പോഴേ ആ പൈസ അമ്മ എന്തൊക്കെയാ ചെയ്തതെന്ന് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടുണ്ടോ? ഈ വീട്ടിലെ ഒരു കാര്യത്തിന് പോലും അമ്മേന്റെ 1 രൂപ പോലും ഞാൻ വായിട്ടില്ലല്ലോ. അതുകൊണ്ടേ ഇങ്ങനെയുള്ള കണക്കൊക്കെ അമ്മ തന്നെ അങ്ങോട്ട് സൂക്ഷിച്ചാൽ മതി. മോനെ, നീ പഴയ കണക്ക് പറയുന്നതിൽ കാര്യമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ തന്നെയാ നാട്ടിൽ നടക്കുന്നത്. അമ്മ എന്തമ്മ ഈ പറയുന്നത്? ഇവരുടെ കല്യാണ സമയത്ത് എത്ര ഗോൾഡ് അവർ കൊടുത്തിരിക്കുന്നത്? അപ്പൊ അമ്മ എന്തെന്നോട് പറഞ്ഞത് നാട്ടു നടപ്പ് ഇങ്ങനെയാണ്, നമ്മളും അങ്ങനെ ചെയ്യണത്. അതുപോട്ടെ, പ്രസവ സമയത്തോ ആദ്യത്തെ പ്രസവത്തിന്റെ ചെലവ് നമ്മൾ എടുക്കണം എന്നുള്ള മര്യാദ അത് മനസ്സിലാക്കാം. പക്ഷെ ബാക്കിയുള്ള പ്രസവത്തിന്റെ എല്ലാത്തിന്റെ ചെലവും അത് കഴിഞ്ഞിട്ട് 28 അതും ഇതും അങ്ങനെ എല്ലാ ചെലവും അമ്മ എന്നെ കൊണ്ടല്ലോ എടുപ്പിച്ചത്. എന്നിട്ട് അമ്മ എന്താ പറഞ്ഞത്? ഇതാണ് ഇവിടുത്തെ നാട്ടു നടപ്പ്, അതൊക്കെ നമ്മൾ തന്നെ എടുക്കണം, അവരെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കരുതെന്ന്. അപ്പൊ ഇതിനൊന്നും ഒരു കണക്കില്ലേ? ഞാൻ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ഒരാളാണോ? ആ കാര്യം അങ്ങോട്ട് വിട്. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിട്ട് എന്ത് ചെയ്തെന്നാ പറയണത്? എന്റെ എല്ലാ കാര്യങ്ങളെ എന്റെ അച്ഛനാ ചെയ്തു തന്നിട്ടുള്ളത്. എനിക്കും എന്റെ മക്കൾക്കും വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഇന്ന് വരെ ഏട്ടൻ ചെയ്തു തന്നിട്ടുണ്ടോ? എന്തിന്? ഒരു ഡ്രസ്സോ ഒരു മിഠായി പോലെ എന്റെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുത്തിട്ടില്ല. എല്ലാം എന്റെ അച്ഛനാ ചെയ്തു തന്നിരിക്കുന്നത്. ആ നന്ദിയും കടപ്പാടും എന്നും എനിക്ക് എന്റെ അച്ഛനോട് ഉണ്ടാവും. അല്ലമ്മേ, ഞാൻ ഇവർക്ക് വേണ്ടി ഇതുവരെ ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല. എല്ലാം അച്ഛനാണ് ഇവർക്ക് ചെയ്തു കൊടുത്തത്. അല്ല മോനെ, അത് ഹലോ, നീ ഇങ്ങോട്ട് വിളിച്ചത് നന്നായി. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ നിൽക്കായിരുന്നു. ഇതവിടെ ഏട്ടൻ പറയുന്നതേ നമുക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഏട്ടനാണ് ചെയ്തു തന്നെന്ന്. നിന്റെ എന്തൊക്കെ കാര്യങ്ങളാണ് ഏട്ടൻ ചെയ്തു തന്നിരിക്കുന്നത്? ഒന്നുമില്ലല്ലോ. അത് മതി. ശരിയേട്ടാ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. അവളും ചോദിക്കുക അവളുടെ എന്ത് കാര്യമാണ് ഏട്ടൻ ചെയ്തു കൊടുത്തതെന്ന്. ഇത് വെറുതെ ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയുന്നത് കേട്ടിട്ടേ ഞങ്ങളുടെ ഉള്ള സ്ഥലം മുഴുവൻ അങ്ങോട്ട് എഴുതി കൊടുക്കേണ്ട കാര്യം എന്താ? മതി. നാളല്ലേ പിള്ളേരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തതിനും വാങ്ങിയതിന്റെ ഒക്കെ കണക്ക് പറയാൻ. ഒന്നില്ലെങ്കിൽ നിങ്ങൾ കൂടെ പറപ്പുകളല്ലേ, പിന്നെ വേറെ ആരാ ചെയ്തു കൊടുക്കതൊക്കെ? ഇനിയിപ്പൊ നീ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും സാരമില്ല. ഇതിപ്പോ അവള് പറയുന്നില്ലേ ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ലാന്ന്. അത് വിട് തൽക്കാലം. ഇതിപ്പോ കാര്യത്തിലേക്ക് വാ. സ്ഥലത്തിന്റെ കാര്യം കഴിഞ്ഞു, ഇനി അതിനെ കുറിച്ച് ഒരു ചർച്ച വേണ്ട. ഈ വീടിന്റെ കാര്യത്തിൽ എന്താ തീരുമാനം അത് പറ. വീടിന്റെ കാര്യം ഇനി എന്ത് തീരുമാനിക്കാൻ? വീട് ഏട്ടൻ എടുത്തോട്ടെ. ഇനിയിപ്പോ ആ ശാപം ഞങ്ങൾക്ക് വേണ്ട. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം. ഈ വീട് ഇപ്പൊ വിൽക്കുകയാണെങ്കിൽ എത്ര വില കിട്ടുമോ അതിന്റെ ഒരു 20-25% വെച്ചിട്ട് ഞങ്ങൾക്ക് രണ്ടാക്കും തരണം. മനസ്സിലായി? ഈ വീട് സ്ഥലമൊക്കെ എങ്ങനെ ഭാഗം വെക്കണ്ടെന്ന് നിങ്ങൾ അങ്ങോട്ട് തീരുമാനിക്കേ. എന്നിട്ട് എല്ലാം കഴിയുമ്പോ എന്നോട് പറഞ്ഞാൽ മതി. ശതമാനത്തിന്റെ കണക്കൊന്നും പറഞ്ഞ് കഷ്ടപ്പെടാൻ നിൽക്കണ്ട. നിങ്ങളൊരു കാര്യം ചെയ്തോ, ഈ വീട് വിൽക്കേ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും എടുക്കേ, എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോ. എന്റെ അധ്വാനല്ലേ, അതെനിക്ക് പ്രശ്നമൊന്നുമല്ല. എന്നാലും കുടുംബത്തിന് വേണ്ടി ഞാൻ ഇത്രയും ചെയ്തല്ലേ, അതിന്റെ കൂടെ ഇതും കൂടി ഇരിക്കട്ടെ. അല്ലാതെ ഒരു വാലും തുമ്മൂലാണ്ട് അങ്ങനെ എണീറ്റ് പോയാൽ ശരിയാവില്ലല്ലോ. ഒരു തീരുമാനം വേണ്ടേ? നിങ്ങൾക്കല്ലേ ഇവിടെ എല്ലാവരെയും പരിചയമുള്ളത്.
അപ്പൊ കാണേണ്ട ആൾക്കാരെയൊക്കെ കണ്ടിട്ടേ എന്ന് ഞങ്ങൾക്ക് ഈ സ്ഥലം രജിസ്റ്റർ ചെയ്ത് തരുന്നുള്ളത് ആദ്യം തീരുമാനിക്കും. ആ സമയത്തിനനുസരിച്ച് ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്താം. അങ്ങനെ നീ പറയുന്ന പോലെ സമയത്തിനൊന്ന് സൈൻ ചെയ്താൽ മാത്രം കാര്യം നടക്കൂല. നിങ്ങളൊക്കെ അല്ലേ പറഞ്ഞത് ഇനി ഒന്നുകൂടെ അളക്കണം, പുതുതായിട്ട് എന്തൊക്കെയോ കൂട്ടിച്ചേർക്കണം എന്നൊക്കെ. അങ്ങനെയാണെങ്കിലേ ഇത് ആദ്യം തൊട്ട് ഇനി തുടങ്ങണം. എന്റെ പണിയും കളഞ്ഞിട്ടേ എനിക്കിനി ഇതിന്റെ പുറകെ നടക്കാൻ പറ്റില്ല. നീ അങ്ങനെ പറഞ്ഞിട്ട് പോലെ എങ്ങനെയാ ശരിയാക്കുക? നീ അല്ലേ ഇവിടുത്തെ ആള്, നീ നിന്നിട്ട് വേണം എല്ലാവർക്കും അവരവരുടെ സ്ഥലങ്ങൾ ഭാഗം വെച്ച് കൊടുക്കാൻ. രജിസ്ട്രേഷന്റെ സമയത്ത് അവരെ വിളിക്കുക, അവര് വന്ന് ഒപ്പിടുക, അത്രേ പാടൂ. അല്ലാണ്ട് ഇതിന് വേണ്ടിയിട്ട് അവരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളും നിങ്ങളൊക്കെ അല്ലേ തീരുമാനിച്ചത്. എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടേ എവിടെ സൈൻ ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ വന്ന് ചെയ്തു തരാം. ഏട്ടന്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ? അമ്മ പേടിക്കൊന്നും വേണ്ട. സൂര്യചേട്ടന്റെ പരിചയത്തിലേ ഈ രജിസ്ട്രേഷനും അളക്കലൊക്കെ ചെയ്യുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഏട്ടനോട് ഈ കാര്യം ഒന്ന് പറഞ്ഞാൽ മതി. വേണമെങ്കിൽ ഇന്ന് വൈകുന്നേരം തന്നെ ഏട്ടൻ ഇവിടെ ആൾക്കാരെയും കൊണ്ട് എത്തും. നമ്മളോടോ കളി. ഞാൻ വിചാരിച്ചതേ രജിസ്ട്രേഷന്റെ എല്ലാ പൈസയും അവനെ കൊണ്ട് അങ്ങോട്ട് ഒരുമിച്ച് എടുപ്പിക്കാന്ന്. ഇനിയിപ്പോ അത് നടക്കും തോന്നുന്നില്ല. ഈ വീടിന് 80 ലക്ഷം ഒന്നും അല്ലല്ലോ അമ്മേ, അതിലും കൂടുതൽ കിട്ടായിരിക്കും അല്ലേ? നീ ഇതതിന് വിൽക്കാൻ നിക്ക? വിറ്റിട്ടുണ്ടെങ്കില് അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ എടുത്തിട്ട് എനിക്ക് നിങ്ങൾക്ക് ഒരുമിച്ച് പൈസ എല്ലാം നടക്കുവോ? ഇത് വിറ്റിട്ട് എത്ര പൈസ കയ്യിൽ കിട്ടണ്, അത് വീതിച്ചെടുക്കണല്ലേ നല്ലത്. നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് സ്ഥലവും ഭാഗിച്ച് ഈ വീടും വിറ്റിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെ നിൽക്കും? അതിനെ കുറിച്ച് അമ്മ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അമ്മ എന്റെ കൂടെ വാ. അതോ ഇവിടെ നിൽക്കാനാണോ പ്ലാനുള്ളേ? ഇവന്റെ ഒപ്പം താമസിച്ചാല് അതിന് ഇവൻ ഒറ്റയ്ക്കല്ലല്ലോ, അവന്റെ ഭാര്യയും കുട്ടിയൊക്കെ ഇല്ലേ. എനിക്കാണെങ്കിൽ അവളുടെ ഒപ്പം താമസിക്കുന്ന കാര്യം വേറെ ഇപ്പൊ എന്താ ചെയ്യോ? ഒന്നുകിൽ നിന്റെ കൂടെ വരണം, അല്ലെങ്കിൽ സുരഭിന്റെ ഒപ്പം പോണം. സുരഭിന്റെ ഒപ്പം എന്തായാലും ഞാൻ നിന്റെ കൂടെ നിൽക്കാം. അതുകൊണ്ട് തന്നെയാ അമ്മ ഞാൻ പറഞ്ഞത്, അമ്മ എന്റെ കൂടെ വാ. എന്നാ പിന്നെ നമുക്ക് രജിസ്ട്രേഷൻ സമയത്തെ അമ്മേന്റെ സ്ഥലവും എന്റെ സ്ഥലവും കൂടി ഒരുമിച്ച് എഴുതാം. സ്ഥലം ഒരുമിച്ച് എഴുതാനോ? എന്തിന്? പിന്നെ എന്ത് ചെയ്യാൻ? അമ്മ എന്റെ കൂടെയല്ലേ വരുന്നത്. അപ്പൊ അമ്മേനെ നോക്കുന്ന ആൾക്കല്ലേ അമ്മേന്റെ സ്ഥലം വരിക. അപ്പൊ പിന്നെ അത് ഇപ്പൊ തന്നെ ഒരുമിച്ച് രജിസ്റ്റർ ചെയ്ത കാര്യം കഴിഞ്ഞില്ലേ? അല്ലെങ്കിൽ ഇപ്പൊ രജിസ്ട്രേഷൻ ഒരു പൈസ കൊടുത്ത് പിന്നെ അമ്മ എനിക്ക് എഴുതി തരുമ്പോ വേറെ രജിസ്ട്രേഷൻ പിന്നെയും പൈസ കൊടുത്ത് എന്തിനെത്രയും പൈസ കൊണ്ട് കളയാണ്? എടി, അതിന് ആദ്യം സ്ഥലം ഞാൻ എന്റെ പേരിലാക്കട്ടെ, അതിനുശേഷമല്ലേ നിന്റെ പേരിലേക്ക് എഴുതി തരണോ വേണ്ടേന്നൊക്കെ തീരുമാനിക്കുന്നത്. അതെന്താ എന്റെ പേരിൽ സ്ഥലം എഴുതി തരുന്ന അമ്മയ്ക്ക് വലിയ ഉറപ്പൊന്നുമില്ലേ? അങ്ങനെയല്ല, എന്റെ പേരിലുള്ള സ്ഥലം ഞാൻ പിന്നെ വേറെ എന്ത് ചെയ്യാനാ? അത് എന്നാണെങ്കിലും നിങ്ങൾ 2 പെൺപിള്ളേർക്ക് അവകാശപ്പെട്ടത് തന്നെയാണ്. എന്ന് വിചാരിച്ചു ഇപ്പൊ തന്നെ ചെയ്തു തരണം എന്നൊന്നും ഇല്ലാലോ. രണ്ടാക്കോ? ഞാൻ അമ്മേനെ കഷ്ടപ്പെട്ട് നോക്കിയിട്ട് അമ്മ ആ സ്ഥലം അവൾക്കും കൂടി കൊടുക്കും. ഹലോ. അടി, എല്ലാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആയിട്ടുണ്ട്. ആ വീടൊക്കെ പറഞ്ഞ പോലെ തന്നെ. നീ ഒരു കാര്യം ചെയ്യും, നിന്റെ കെട്ടിയനോട് പറഞ്ഞിട്ടേ ഈ വീട് വിൽക്കാനുള്ള ഒരാളെ ഏർപ്പാടാക്ക്. പിന്നെ അമ്മേനെ ഞാൻ കൊണ്ടുപോകും കേട്ടോ. വേണ്ട വേണ്ട, ഞാൻ അമ്മേനെ കൊണ്ടുപോകും. നീ എന്തിനാ കൊണ്ടുവന്ന്? അതൊന്നും നടക്കില്ല, അമ്മേനെ ഞാൻ കൊണ്ടുപോകും. അത് തീരുമാനിച്ചതാ. അതെങ്ങനെ നീ ഒറ്റയ്ക്ക് തീരുമാനിക്കുന്നത്? അമ്മന്റെ കാര്യം നോക്കാൻ നീ മാത്രല്ലല്ലോ, ഞാനും കൂടി ഇല്ലേ? ഞാൻ നിന്നെ പിന്നെ അങ്ങോട്ട് വിളിക്കാം. നീ അവിടുന്ന് രാജാവിനെ പോലെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ ഇവിടുന്ന് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തരണല്ലേ. എന്നിട്ട് അവളുടെ വർത്തമാനം. നീ ഒരു കാര്യം ചെയ്യ്, വെക്കാൻ നോക്ക്. എനിക്കിവിടെ വേറെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അവള് കൂട്ടിക്കൊണ്ടുപോവാ അമ്മേനേന്ന്. അങ്ങനെ അവൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ അവളെ കൂടെ പോവാ. അവളൊപ്പം പോയിട്ടുണ്ടെങ്കിലേ അമ്മ കഷ്ടപ്പെട്ടു പോവും. അവര് രണ്ടാളെയും പ്ലാൻ എന്താണെന്നറിയോ? 2ാമത്തെ ദിവസം തന്നെ അമ്മേന്റെ പേരിലുള്ള സ്ഥലം മുഴുവൻ അവന്റെ പേരിൽ എഴുതി വാങ്ങിയിട്ട് ഒരു 75,000 1 ലക്ഷം അമ്മേന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരാന്ന്. എന്താ അമ്മയ്ക്ക് അവരൊപ്പം പോണമെന്നുണ്ടോ? ഇല്ല, എന്തായാലും അവളെ കൂടെ, അവളിപ്പോ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ അവളെ കൂടെ പോയിട്ട് കാര്യമില്ലല്ലോ. എന്നാ അമ്മ എന്റെ ഒപ്പം നിൽക്ക്. എന്നിട്ട് അമ്മേന്റെ പേരിലുള്ള സ്ഥലവും എന്റെ പേരിലുള്ള സ്ഥലവും ഒരുമിച്ച് കൂട്ടിയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യും? അമ്മ എന്ത് ചെയ്യാൻ? ഈ വീട് വിറ്റ ചെറിയ പൈസയാണ് കിട്ടാൻ പോകുന്നത്. കിട്ടണ പൈസ മുഴുവൻ അമ്മേന്റെ ബാങ്കിൽ ഇട്ടോ, എന്നിട്ട് നോമിനി ആയിട്ട് എന്നെ വെച്ചാ മതി. എന്തായാലും ഈ സ്ഥലം നിന്റെയോ അവളുടെയോ പേരിൽ ഇപ്പൊ രജിസ്റ്റർ ചെയ്ത് തരാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. അത് എന്റെ പേരിൽ കിടക്കട്ടെ. എന്നായാലും നിങ്ങൾക്ക് അവകാശപ്പെട്ടത് തന്നെയാണ്. എന്ന് വെച്ചിട്ട് ഇപ്പൊ തന്നെ തരണം എന്നൊന്നും ഇല്ലല്ലോ. ഞാൻ നിന്റെ കൂടെ വരാം. അങ്ങനെയാണെങ്കിലേ അമ്മ തൽക്കാലം എന്റെ കൂടെ വരണ്ട. അതെന്താ, അത് കൂടെ നിർത്തുവും വേണം, സ്ഥലം തരാനും താല്പര്യമില്ല. കാര്യമില്ല, ബാക്കിയുള്ളവർക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ. എടി,
അമ്മയ്ക്ക് ഇപ്പൊ നമുക്ക് രണ്ടാൾക്ക് സ്ഥലം എഴുതി തരാൻ ഒരു പ്ലാനും ഇല്ല. ഇതിപ്പോ അവസാനം എന്താണെന്നറിയാൻ സംഭവിക്കുക, നമ്മളെ രണ്ടാളും നോക്കേണ്ടിയും വരും. അവസാനം സ്ഥലം മുഴുവൻ അവന്റെ പേരിലേക്കും പോകും. നീയല്ലേ പറഞ്ഞത് നീ കൂട്ടിക്കൊണ്ടുപോയിട്ട് സ്ഥലം വാങ്ങിയെടുത്ത് കുറച്ച് പൈസ ബാങ്കിൽ ഇട്ട് കൊടുക്കാന്ന്. നിനക്കും അവനും കഴിവുണ്ടെങ്കിൽ കൂട്ടിക്കൊണ്ട് വയ്ക്കോ. എന്തായാലും സ്വയബുദ്ധിയോടൊന്നും ഒപ്പിട്ട് തരൂല. അല്ല മയക്കുമരുന്നും കൊടുത്തിട്ട് ഉറക്കി കിടത്തിയിട്ട് കമ്പിയും പ്രശ്നം എടുക്കേണ്ടി വരും. ഈ വയസ്സുകാലത്തും പണത്തിനോടും സ്ഥലത്തിനോടുള്ള ആർത്തി തീർന്നിട്ടില്ല. മക്കളെക്കാളും കൂടുതൽ സ്നേഹം സ്ഥലത്തിനോടാ. എന്തായമ്മേ? അല്ല തീരുമാനങ്ങളൊക്കെ ആയോ? ആരെ കൂടെ പോകാനാ പ്ലാൻ? ഭീഷണിപ്പെടുത്തിയിട്ട് സ്ഥലം അടിച്ചു മാറ്റാൻ നിൽക്കുന്ന ഇവളുടെ കൂടെയാണോ, അത് ഇനി പുറയും കടുക്കുമ്പോ കയ്യൊപ്പെടുക്കാൻ നിൽക്കുന്ന അവളുടെ കൂടെയാണോ? ആ പോകും. ഞാന് ഒരൊറ്റ ഒരുത്തിന്റെ ഒപ്പം ഞാൻ പോകില്ല. രണ്ടെണ്ണത്തിനെ ഈ വീടും വിട്ടിട്ട് അതിന്റെയും പൈസ വേണമെന്ന് നിക്കട്ടോ. അകത്ത് വേറെന്തോ സംസാരം നടക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വിളിക്കാം. 1 രൂപ ഞാൻ കൊടുക്കില്ല രണ്ടിനും. ഇതേ എന്റെ വീടാ, ഞാൻ ഇവിടെ താമസിക്കും. എന്റെ കൂടെ, എന്റെ മോന്റെ കൂടെ ഞാൻ താമസിക്കും. അതെന്താ പെട്ടെന്നൊരു മാറ്റം? വീടിന്റെ കാര്യം നമ്മൾ തീരുമാനിച്ചതല്ലേ. വീട് വിറ്റ് കിട്ടുന്ന പൈസന്റെ ഓരോ ഓഹരി അത് ഞങ്ങൾക്ക് തരണം. അത് 20 ആണെങ്കിലും കുഴപ്പമില്ല, 25% ആണെങ്കിലും കുഴപ്പമില്ല. ആ ഓഹരി ഇനി പറഞ്ഞുകൊണ്ട് വാ. 1 രൂപ ഞാൻ തരില്ല ഓഹരിന്റെ പേരില്. നിങ്ങൾ രണ്ടെണ്ണത്തിനും കല്യാണം കഴിച്ചു വിട്ട വകയില്ലേ കുറച്ചൊന്നും അല്ല കട ഈ കുടുംബത്തിന്. അല്ലെങ്കിൽ നിനക്കൊന്നും 1 രൂപ ഇവിടെ നിന്ന് തരേണ്ട ആവശ്യമില്ല. അത്രമാത്രം കടങ്ങൾ നിങ്ങൾ വരുത്തി വെച്ചിട്ടുണ്ട്. പല വഴിക്ക് പല സമയത്ത് ഞാൻ നിങ്ങൾക്ക് പൈസ തന്നിട്ടില്ലേ? പ്രസവത്തിന് അതിന് ഇതിനൊക്കെ പറഞ്ഞ ചില്ലറ ചെലവാണ് നിങ്ങൾ രണ്ടെണ്ണം കൂടി ഇവിടെ വരുത്തി വെച്ചിരിക്കുന്നത്. എന്നിട്ട് അവരുടെയൊക്കെ ആർത്തി മാറുന്നില്ല. ഓരോ ദിവസം വന്നിട്ട് അമ്മ അത് വേണം, അമ്മ ഇത് വേണം എന്ന് പറഞ്ഞിട്ട് രണ്ടും കൂടി വന്നിട്ട് നിങ്ങളുടെയൊക്കെ കണ്ണീരും കയ്യും കണ്ടിട്ടാണ് ഓരോന്ന് തരാന്നൊക്കെ വിചാരിക്കുന്നത്. അപ്പൊ നിങ്ങളൊക്കെ കൂടി എന്നെ തന്നെ ഇവിടെ മുതലാക്കാൻ നിൽക്കുക. ഇതിപ്പോ പറഞ്ഞു വരുമ്പോ ഈ സ്ഥലവും വീടും മുഴുവനായിട്ട് നിങ്ങളെ രണ്ടെണ്ണത്തിനും പേരിൽ എഴുതി തന്നിട്ട് ഞാനും എന്റെ മോനും കുടുംബവും തെരുവിലേക്ക് ഇറങ്ങണം അല്ലേ? അമ്മ ഇപ്പൊ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഏട്ടന് സ്ഥലം കൊടുക്കണ്ടേ? പിന്നെ ഇവിടെ നിൽക്കണതിൽ എന്ത് കാര്യമുള്ളത്? എനിക്ക് ഒരാളുടെ സ്ഥലമൊന്നും വേണ്ട. ഇനിയിപ്പോ എന്റെ കൂടെ നിന്നെങ്കിലേ അമ്മയ്ക്ക് അമ്മേന്റെ സ്ഥലം എനിക്ക് എഴുതി തരേണ്ട വരില്ലോ എന്നുള്ള പേടി ഉണ്ടെങ്കിൽ ആ പേടി വേണ്ട. അമ്മേന്റെ സ്ഥലം എന്തായാലും അമ്മ അമ്മേന്റെ കൈ തന്നെ വെച്ചോ. ഇപ്പൊ അമ്മയ്ക്ക് തോന്നുകയാണ് ആർക്കെങ്കിലും വിൽക്കണമെന്ന്, വിറ്റോ. അല്ലെങ്കിൽ ഇവർക്ക് ആരെങ്കിലും കൊടുക്കണോ, കൊടുത്തോ. എനിക്ക് എന്തായാലും അതിന്റെ ആവശ്യമില്ല. ഞാൻ ഇത്രയും കാലം നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോന്ന് ചെയ്തു തന്നതും നിങ്ങളെല്ലാവരും സ്നേഹിച്ചതേ നിങ്ങളുടെ സ്വത്തും പണം കണ്ടിട്ടൊന്നുമല്ല, നല്ലൊരു കുടുംബം കൂടെ വേണമെന്ന് വിചാരിച്ചിട്ടാ. അമ്മ എന്തായാലും എന്റെ ഭാര്യനെയും കുഞ്ഞിന്റെ കൂടെ ഇത്രയും കാലം നിന്നത്. അതേപോലെ സമാധാനത്തോടെ അമ്മയ്ക്ക് ഇനി അങ്ങോട്ട് നിൽക്കണം തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങളോട് അമ്മ നിന്നോ. എനിക്കതിൽ സന്തോഷമുള്ളൂ. അമ്മേ ഏട്ടൻ പറയുന്ന വാക്ക് കേട്ടിട്ട് ഏട്ടന്റെ കൂടെ പോവാൻ നിൽക്കണ്ട. അമ്മേന്റെ മരുമോൾ ഒരുത്തി വരാനുണ്ടല്ലോ, അവളെ മനസ്സിലിരിപ്പോ എന്താന്ന് ആർക്കറിയാം. വെറുതെ അമ്മ കഷ്ടപ്പെട്ടു, അതിന് നിക്കണ്ട. ഞാൻ പറയണ കേക്ക്. സ്ഥലം എന്റെ പേരിൽ എഴുതി തന്നിട്ട് എന്റെ കൂടെ വരാന്നു. നിർത്തടേ അവിടുന്ന്. നീയൊക്കെ പറഞ്ഞു തരുന്ന ഓരോ നുണകൾ കേട്ടിട്ട് ഞാൻ എന്റെ മരുമോൾ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ ആ കുട്ടി ഒരു വാക്ക് പോലും കൂടി തിരിച്ചു വന്നിട്ടില്ല. അതൊക്കെ നോക്കുമ്പോ ഈ ലോകത്തെ ഏറ്റവും വലിയ 2 വിഷങ്ങൾ ആരാണെന്നറിയോ? നീയും നിന്റെ അനിയത്തിയും. നിന്റെയൊക്കെ സ്വഭാവം തുടക്കം തന്നെ അറിഞ്ഞാൽ നന്നായി. അല്ലെ രണ്ടെണ്ണം കൂടി സ്ഥലം വാങ്ങി എടുത്തിട്ട് തന്നെ നല്ല വൃദ്ധസ്ഥാനത്തിലും കൊണ്ട് ആക്കില്ലേ. എന്നാ ഞാൻ രണ്ടെണ്ണത്തിനോടൊരു കാര്യം പറയാ. സ്ഥലം അത് ഇതെന്ന് പറഞ്ഞിട്ട് ഈ വീടിന്റെ പരിസരത്തേക്ക് വന്നു പോലത് രണ്ടും. അച്ഛൻ എങ്ങനെയാണോ സ്ഥലം അളന്നു വെച്ചത് അതേപോലെ തന്നെ സ്ഥലം ഭാഗിക്കും. ഒരു ഡേറ്റ് ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ചത് നിങ്ങളെ അറിയിക്കുക. അന്ന് വന്നിട്ട് 2 മക്കളും ഒപ്പിട്ടിട്ട് പോയാൽ മതി. അതും സ്ഥലം വേണമെങ്കിൽ.